അതെ, ഞാനൊന്ന് വിഘ്നേശ്വരനെ കാണാൻ പോവാ. ആരൊക്കെ കൂടെ പോരുന്നവര് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ഞെക്കിയിട്ട് പോരട്ടോ. പിന്നെ മൂപ്പരെ കാണാൻ പോവല്ലേ, ഒന്ന് മെനക്ക് പോവാന്ന് വെച്ചിട്ടൊന്ന് ഒരുങ്ങിണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഇന്ന് പോണതേ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നിന്ന് കുറച്ച് ഉള്ളോട്ട് പോന്ന മന എന്ന് പറയുന്ന ഒരു ഇല്ലുണ്ട് ട്ടോ, അങ്ങോട്ടാണേ. അപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെയും ചട്ടികളൊക്കെ പെറുക്കേണ്ടതാ പോവാട്ടോ. കൂടെ കൂട്ടുന്ന എന്റെ മാതാശ്രീയും കൂടി ഉണ്ടേ. നമ്മൾ ബസ്സിനാട്ടോ പോണത്. 2 ബസ് കയറണേ. ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അവിടുന്ന് പാണ്ടിക്കാട് ബസ്സിന്. ഇതാണ് പാലക്കോട്ടുകാരുടെ സ്വന്തം സഭാമണവ. ഞാന് കാലങ്ങളോളം സ്കൂളിലേക്ക് പോയത് ഈ ബസ്സിലാട്ടോ. അപ്പോ ഇതിലെ ഏട്ടന്മാരൊക്കെ നമ്മുടെ ചങ്കുകളാണേ. സ്കൂളിലേക്കുള്ള യാത്രാ ഓർമ്മകൾ അഴവറക്കിയപ്പോഴത്തേക്കും നമ്മളിവിടെ ചെറുകോട് എത്തിട്ടോ. ഇതാണ് നമ്മുടെ മാതാശ്രീ. അമ്മ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പ്രിയപേടയാണ്. കുട്ടികളുടെ കാര്യം മൊത്തം അമ്മ നോക്കിക്കോളൂ. ഇനി പാണ്ടിക്കാട് ബസ്. കുറച്ച് ക്യൂട്ട്നെസ് ചെയ്തറിയാലോ. ഈ ചെക്കന് ഒരു നേരത്തെ അടങ്ങിയിരിക്കാൻ കഴിയില്ലട്ടോ. എപ്പോഴും കൈയും കാര്യം ഇളക്കിക്കൊണ്ടിരിക്കും. ചെറുകൂട്ടിന് പാണ്ടിക്കാട് ബസ്സിന് പോയി ചെമ്പ്രശ്ശേരി ഇറങ്ങാം കേട്ടോ. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉള്ളൂ. പിന്നെ കുട്ടികളുണ്ടാവുകൊണ്ട് ഞങ്ങൾ ഓട്ടോക്ക് പോകുന്നു. അവിടെ ഞങ്ങളെ കാത്ത് എത്തിമേൽ വെച്ചു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരത്തെ തന്നെ വന്ന് ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. എത്തിമിന്റെ വീട് ഈ മനേന്റെ തൊട്ടപ്പുറത്താട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എവിടെ ഞാൻ കണ്ടതായിട്ടുള്ള ഓർമ്മ ഉണ്ടോ? പല സിനിമകളിലും വന്നിട്ടുണ്ട്. സർഗത്തിലും പിന്നെ കുഞ്ചാക്കോട്ടന്റെ ഏതോ ഒരു സിനിമയിലുണ്ട്, മറന്നുപോയി. കാര്യമായിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി വിഘ്നേഷിനെ കാണാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാലങ്ങളായിട്ടുള്ള വഴിപാടാണ്. എന്റെയും ഏട്ടന്റെയും പേരിക്കാണ് കാര്യമായിട്ട് കേട്ടോ. പിന്നെ മക്കളെ പേരിലുണ്ടേ. സൺഡേ ഉടനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മള് വരിയൊക്കെ നിന്ന് വഴിപാട് ചീട്ടാക്കി. ഉണ്ണിയപ്പം ഒറ്റയും അതാട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ വിഘ്നേശ്വരനാവുകൊണ്ട് മുട്ടിറക്കലും വ്യാപകമോ ഇല്ലാതിരിക്കില്ലല്ലോ. 1 മാസത്തോളം ബുക്ക് ചെയ്തിട്ടോ ഇന്ന് ഈ ഒറ്റ വാങ്ങാൻ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ തിരക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ വാങ്ങാൻ ഭയങ്കര ക്യൂ ആട്ടോ. അവിടെ ഞങ്ങൾ ഇതാ നോക്കി നിന്നപ്പോഴാ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു ഭയങ്കര കളി. ഞാനും മക്കളും ഒറ്റ വാങ്ങാൻ പോന്നപ്പോഴത്തേക്കും അമ്മയും എട്ടിമയും തൊഴുകാൻ പോയിട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാവോണ്ട് ഞങ്ങൾ ആദ്യം ക്യൂ നിന്ന് അപ്പം അങ്ങ് വാങ്ങി. ചിലപ്പോ അത് കഴിഞ്ഞാലോ. ഈ അമ്പലത്തിലേക്ക് പോവാത്തവരും ഈ ഒറ്റ കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുകൊണ്ട് കേട്ടോ. മക്കളെ ദാ ഇതാണ് സാധനം. എന്നാ ടേസ്റ്റാന്നറിയോ ഇവന്. ഡി, നീ കാണാൻ പോയ വിഘ്നേശ്വരൻ എവിടെ എന്ന് ചോദിക്കുന്നവരോട് ദാ ആ ജനന്റെ ഉള്ളിൽ കൂടെ കാണുന്ന രൂപല്ലേ, അത് മൂപ്പരാട്ടോ. വിളിച്ചോടത്താട്ടോ മൂപ്പര്. സത്യത്തിൽ ഇത് പണ്ടത്തെ ഒരു നമ്പൂതിരി ഇല്ലാട്ടോ, ഒരു മന. ആ മനയുടെ 4 കെട്ടിന്റെ ഉള്ളില് പ്രൗഢിയോട് കൂടി ഇരിക്കുന്ന വിഘ്നേശ്വരൻ. അവർക്ക് മാത്രമേ ഉള്ളിൽ കയറി തൊഴുകാൻ പറ്റുള്ളൂ കേട്ടോ. പുറമേ ഉള്ളവർക്ക് ആ ജനലിന്റെ ഉള്ളിൽ കൂടെ തൊഴുക മതി. അത് തന്നെ ധാരാളാണ്. ഞങ്ങളുടെ അവിടുത്തെ തൊഴുകലും പരാതി പറച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ കഴിഞ്ഞ് അപ്പുറത്ത് ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള പോക്കാണ് ഈ പോക്ക്. ആ ഇല്ലം കാണുമ്പോ പണ്ടത്തെ ആ പ്രൗഢി ഒട്ടും വിടാത്ത പോലെ തന്നെയാട്ടോ. മൂപ്പരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, സാധിച്ചു തന്നാ മതിയായിരുന്നു. ഞാൻ കാണിച്ചിരുന്നതാ ഈ കുളം ഉണ്ടല്ലോ. നിങ്ങൾ ഒരുപാട് പേര് പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ. സർഗം സിനിമകളിലൊക്കെ ഈ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മനയും ഈ കുളവും ഒക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ നീലക്കുളം കാണാൻ. ആ കൽപ്പടവുകളോ എന്ത് രസാ കാണാൻ. അവിടുത്തെ ഏറ്റവും കൂടുതൽ വലിയൊരു വഴിപാട് കേട്ടോ നാളികേരമുട്ടും ഗണപതി ഹോമം. വിഘ്നേശ്വരനാവുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാര്യസാധ്യങ്ങൾക്ക് ഇവിടെ വന്ന് മുട്ടെടുത്താൽ ബാക്കി മൂപ്പര് നോക്കിക്കോളും. നിങ്ങളൊക്കെ എന്റെ ബസ്സൊക്കെ കയറി വന്നപ്പോ തന്നെ നേരം കുറെ വൈകിയിരുന്നു കേട്ടോ. അപ്പൊ തിരക്ക് കുറച്ച് കുറഞ്ഞിരുന്നു. അമ്മ വഴിപാടിന് കാത്തു നിൽക്കുക കേട്ടോ പ്രസാദത്തിനെ. അങ്ങനെ കാത്തിരുന്ന് പുഴ വറ്റാനായപ്പോഴത്തേക്കും പ്രസാദം കിട്ടിട്ടോ. ഇതാണ് നമ്മുടെ പ്രസാദം. പൂവി കൊണ്ടുതരലേക്ക് പൂവ്
അട്ടത്തിൽ വരുന്നില്ലേണിത് ചെയ്തോ. അപ്പൊ നമ്മള് കാണാൻ വന്ന ആളൊക്കെ കണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇതാ സന്തോഷപൂർവ്വം പോവാട്ടോ. അപ്പൊ എന്നാ വിഘ്നേശ്വര പിന്നെ കാണാവേ. ഇത് നമ്മുടെ നായിക സ്ലോ മോഷനിൽ മന്ദം മന്ദം നടന്നു വരുന്നു. അപ്പൊ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ കഥകള്. അപ്പൊ ഈ കഥ ഇനിയും തുടരും, കേൾക്കാൻ മറക്കരുതേ. അത് കേൾക്കാനുള്ള ശക്തി ദൈവത്തിനോട് തരാൻ ഞാൻ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനും കുട്ടികളും ഒരുങ്ങിയതല്ലേ, ക്യൂട്ട്നെസ്സിന് ഒട്ടും കുറവ് വേണ്ട. ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ക്യൂട്ട്നെസ് വാരി കയറിയിട്ടുണ്ട്. അയ്യോ, ഒരു കാര്യം അറിയാൻ മറന്നുപോയി. എനിക്ക് എഴുതാനും വായിക്കാനും നന്നായിട്ട് അറിയാം. അപ്പൊ വീഡിയോന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുണ്ടോ. എല്ലാരും വിചാരേ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാ. എന്താ ചെയ്യല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.